ഇപ്പം പുനരുദ്ധരിക്കാനുള്ള ആദ്യ നടപടി എന്ന് പറയുന്നത് അനുതാപമാണ്. ഒരുപക്ഷെ ഞാൻ പറയും അവസാന നടപടി അത് തന്നെയാണ്. നമ്മൾ സ്നേഹമുള്ള ദൈവത്തോട് കഴിഞ്ഞ ദിവസങ്ങളിലെ ദൈവത്തിൻ്റെ സ്നേഹം പറഞ്ഞപ്പോഴാണ് ഒരു രസമുണ്ടായി. അപ്പോൾ ഞാനെൻ്റെ മുറി ഇരിക്കിയിരുന്നു. അപ്പോൾ ഒരു ഈച്ച വന്നിട്ട് എൻ്റെ മുഖത്തടിക്കുന്നുണ്ട്. എൻ്റെ മുറിയിൽ അങ്ങനെ ഈച്ച കയറേണ്ട കാര്യമില്ല. പിന്നെ ആരെങ്കിലും ഇവരെ കിച്ചൻകാർ കാപ്പിയും കൊണ്ട് കയറുമ്പോൾ അതിൻ്റെ കൂടെ കയറി പോരണം. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര അലർജിയാണ് ഈ ഈച്ചയെ കാണുന്നത്. ഈച്ച വന്നിട്ട് എൻ്റെ നെറ്റിക്കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ തട്ടി കളയുന്നുണ്ട്. പിന്നെയും ഞാൻ ഇരുന്നുകൊണ്ട് എഴുതുക വരയ്ക്കുകയൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈച്ച ചെവിയെ വന്നിരിക്കും. അപ്പോൾ ഇവിടെ കൊടുക്കും അടി. അപ്പോൾ പിന്നെ ഈച്ച ഇവിടെ വന്നിരിക്കും. ഈച്ചയുടെ അവസ്ഥ അറിയാമല്ല, ഒരു ബുദ്ധിയും ബോധവും ഇല്ലാത്ത സാധനം. അത് നമ്മളെ ടാർഗറ്റ് ചെയ്താൽ പിന്നെ നമ്മളേക്കൊന്നും പോകത്തില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ വിറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാനുടനെ വിറഞ്ഞാലും ഞാൻ കർത്താവിനെ വിളിക്കും. ഞാൻ പറഞ്ഞു, കർത്താവേ ഈ സാധനം ചത്ത് വീഴണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചത്ത് വീഴണം, ഒറ്റടി വെച്ച് കൊടുക്കും. എൻ്റെ നെറ്റിക്ക് വന്നിരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പറയണതാണ്. ഇപ്പോൾ കർത്താവിടെ ഇരിപ്പുണ്ടല്ല, ഇപ്പോൾ മേമ്പൊടി ഈ ആൾക്കാരിങ്ങനെ കൊച്ചു കഥ പറഞ്ഞവർ പറയുകയില്ല, ഉള്ള സത്യമേ പറയത്തുള്ളൂ. അതായത് ഞാൻ എൻ്റെ നെറ്റിക്ക് വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ എന്നെ അടിക്കാൻ പോവുകയാണ്, ഈ ചത്ത് വീഴണത് ആണ് നിൻ്റെ തിരുമനസ്സെങ്കിൽ ഇപ്പം ചത്ത് വീഴണമെന്ന് പറയും. ഞാൻ ഒറ്റ അടി വെച്ച് കൊടുത്ത് എൻ്റെ കണ്ണട 2 കഷ്ണമായിപ്പോയി. എന്തിപ്പോൾ അറിയാനാണ്. ഞാനും മനോജും ഡ്രൈവറും കൂടി ഉടനെ കണ്ണടയും പിടിച്ച് അത് ഉണ്ടാക്കിയ സ്ഥലത്തേക്ക് പോയി, ചേർത്തല വാങ്ങിച്ച സ്ഥലത്തേക്ക്. ഞാൻ 2 കഷ്ണമായി പോയി നിങ്ങൾ തന്ന കണ്ണട. ഞാൻ അടിച്ചതാണെന്നുള്ളതാണ് സത്യമാണ്. ഞാൻ അവരോട് അത് മറച്ചൊന്നും വെച്ചില്ല. പക്ഷേ ഈ കണ്ണട എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതോ വേറെ കണ്ണട വാങ്ങിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയണത് ഇത് ഞങ്ങളുടെ കണ്ണട അല്ലെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടാണ്, ഇതെന്ത് പരിപാടി. എനിക്കാണെങ്കിൽ കുറേ ദിവസമായിട്ട് കണ്ണ് കഴക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കണ്ണട വെച്ചിട്ടും എനിക്ക് കണ്ണ് കാണാനൊന്നും പറ്റണില്ല. ഞാൻ അലക്സത്തെ എന്നോട് ചോദിക്കുകയായിരുന്നു ഒരു ദിവസം, അച്ഛൻ എന്താ 2 കണ്ണടയും വെച്ചുകൊണ്ടിരിക്കണമെന്ന്. അതാണ് അലക്സത്തിന് അതേ പോകുമ്പോൾ ഞാൻ 2 കണ്ണടയും വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം, ഒരു കണ്ണട ഓൺലൈനിൽ വരുത്തിച്ച് ഈ റീഡിങ് ക്ലാസ്, ഈ ക്ലാസ്സിൻ്റെ കൂടെ വേറൊരു റീഡിങ് ക്ലാസ് കൂടി വെച്ചിട്ട് പോലും അക്ഷരങ്ങൾ ഡബിളായിട്ട് കാണുന്നു. എന്നാലും വേറെ മാർഗ്ഗമൊന്നുമില്ല, കാശ് കൊടുത്ത് മേടിച്ചതല്ലേ, ഇത്രയും നാളല്ലേ അയാൾ മേടിച്ചിട്ട്. ഇനി ഇത് നമ്മൾ പെട്ടെന്ന് വേറെ മേടിക്കുമ്പോൾ ധാരാളിത്തമായി പോകത്തില്ലേ. അതുകൊണ്ട് കണ്ണ് കഴിച്ചെങ്കിലും ഞാൻ കരു അടിച്ചെങ്കിലും ഇങ്ങനെ സഹിച്ചിരിക്കുമ്പോഴാണ് ഈച്ച വരുന്നത്. കൊടുത്തനടി 2 കഷ്ണം. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛ ഇത് ഞങ്ങൾ തന്ന കണ്ണടയാണിത്, പക്ഷേ 6 കൊല്ലം മുമ്പ് തന്നതാണ്. അച്ഛൻ 4 മാസം മുമ്പ് ഒരു കണ്ണട ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് ശരിയാ, അതാണ് ഇതെന്ന് പറഞ്ഞ് ഞാൻ വെച്ചോണ്ട് നടക്കണത്. രതീഷ് പറ്റിച്ച പണിയാണ്. ഞാൻ അമേരിക്കയെ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ രതീഷ് ഒരു കണ്ണട എടുത്ത് എൻ്റെ ബാഗിൽ വെച്ച് തന്ന്. അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുപോയി നിർത്തിയപ്പോൾ എൻ്റെ കണ്ണൊക്കെ കഴക്കുന്നുണ്ട്. തിരിച്ചതിനെ കൊണ്ട് എനിക്കറിയാൻ പാടില്ല. ഞാനൊരു ഇത് തന്നെ എനിക്ക് നമ്മൾ വാങ്ങിച്ച കണ്ണടയെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ അത് വെച്ചിട്ട് നടക്കുകയാണ്. കണ്ണാണെങ്കിൽ കണ്ണ് കാഴ്ച പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ഇനി മുന്നോട്ട് പോകുന്നത് ശരിയല്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ സാധനം അടിച്ച് പൊട്ടിച്ച്. പക്ഷേ കണ്ണട കടയിൽ ചെന്നപ്പോൾ അവർ പറയുകയാണ്, ഇത് ഞങ്ങൾ തന്ന 6 കൊല്ലം മുമ്പ് തന്ന കണ്ണടയാണ്. അച്ഛൻ്റെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞ് ഈ ടെസ്റ്റെല്ലാം മാറിയിരിക്കുകയാണ്. അച്ഛൻ്റെത് കണ്ണിൻ്റെ പവർ കൂടിയിട്ടുണ്ട്. ഇത് 6 കൊല്ലം മുമ്പുള്ള പവറാണിത്. അവിടെ ഒരു രജിസ്റ്റർ ഉണ്ട്. ഇപ്പോഴത്തെ വേറെയാണ്. ഇപ്പോഴത്തെ കണ്ണടയ്ക്കുള്ള ടെസ്റ്റ് അച്ഛൻ 4 മാസം മുമ്പ് നടത്തിയതിൻ്റെ കണ്ണട തന്നിട്ടുണ്ട്. അതിവിടെ ഉണ്ട് നോക്കാൻ പറഞ്ഞ്. ഇവിടെ ഒന്ന് നോക്കിയപ്പോൾ ഉണ്ട് സ്റ്റോറിൽ അത് ഇരിപ്പുണ്ട്. ആ പുതിയ കണ്ണട മേടിച്ചിട്ട് സ്റ്റോറിൽ ഇരിപ്പുണ്ട്. പഴയ കണ്ണടയെ വെച്ച് കണ്ണും കഴിച്ച് നടക്കുകയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈച്ച അല്ലാതെ മാതാവ് ഒരു പണി ചെയ്യിക്കണത് എന്താണ്, ഞാൻ കണ്ണട മാറ്റുകയെന്ന് അമ്മയ്ക്കറിയാം. കാരണം കാശ് കൊടുത്ത് മേടിച്ച സാധനം മാറ്റുകയില്ല. അത് കണ്ട് ഈ സാധനം തല്ലിപ്പൊട്ടിച്ചാൽ മാത്രമേ ആ പഴയ കണ്ണടത്ത് വെക്കത്തുള്ളൂ, കണ്ണട അന്വേഷിക്കത്തുള്ളൂ. നോക്കിയേ, ദൈവം എന്തുമാത്രമാണ് മനുഷ്യനെ സ്നേഹിക്കണത്. ഇത് നിങ്ങളുടെ എല്ലാ ജീവിതത്തിലുണ്ട്. ഒരു കാര്യം പോലും, നിങ്ങളുടെ നിസ്സാര കാര്യം പോലും നമുക്ക് ഈ അനുതാപം ഉണ്ടാകണത് എങ്ങനെയാണ്? ദൈവസ്നേഹത്തെക്കുറിച്ച് അനുഭവിച്ച് കഴിയുമ്പോഴാണ് ഇത്ര നല്ല ദൈവത്തോട് ഞാൻ അപരാധം ആ വാക്ക് കേട്ടില്ല എന്ന് നോക്കണം. അവിടെ ഒരു അനുതാപം. അപ്പം അനുതാപം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകത്തില്ല. എങ്ങനെ ഉണ്ടാകും? ദൈവസ്നേഹം കൂടണം. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവായ ദൈവമേ, എനിക്ക് അനുതാപം ഉണ്ടാകാൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ.
മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോടും എന്തു ചെയ്തും നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയേകാം. ഇത്ര നല്ല ദൈവത്തോടും എന്തു ചെയ്തും നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ മുൻപിൽ കാഴ്ചയേകാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു സഹായം ഇപ്പോൾ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പറയണം, സഹായകനായ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ, എന്നെ കർത്താവ് സ്നേഹിച്ച അതെല്ലാം എന്നെ അനുസ്മരിപ്പിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കണം. ഒന്ന് പറഞ്ഞ സഹായകനായ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ, എന്നെ കർത്താവ് സ്നേഹിച്ച സാഹചര്യങ്ങളെയും സമയങ്ങളെയും എന്നെ അനുസ്മരിപ്പിച്ച് തരണമേ. അപ്പൊ അത് ഇന്ന ജാതി എന്നൊന്നുമില്ല, ആരെ വേണമെങ്കിലും ദൈവം സഹായിക്കും. നമുക്കൊരു അനുതാപം ഉണ്ടായാൽ മതി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷ്യം പറഞ്ഞ കക്ഷിയുടെ പേര് അതായത് സ്മിത മാർട്ടിൻ. സ്മിത മാർട്ടിൻ്റെ പ്രശ്നം, അവൾക്ക് അധികം പൈസയൊന്നും ഇല്ല. IELTS എഴുതി കുറച്ച് കാശ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി IELTS എഴുതണോ അതോ വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്യണമെന്നാണ് സ്മിത ചോദിക്കണത്. അപ്പോൾ അത് ഓഫീസിൽ നിന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു ചീട്ട് വേണം, അച്ഛനെ കാണണം, അച്ഛനോട് ചോദിക്കണം IELTS എഴുതണോ അതോ ഞങ്ങൾ വേറെ വല്ല കോഴ്സും ചെയ്യണം, മെസ്സേജ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്മിതയ്ക്ക് ഉടമ്പടി ഇല്ലാത്ത കൊണ്ട് ഓഫീസിൽ നിന്ന് പറഞ്ഞ് നീ ഉടമ്പടി എടുത്തിട്ടില്ലല്ലോ, നീ 18 വയസ്സ് കഴിഞ്ഞതല്ലേ, നീ ആദ്യം ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വിഷയം സംസാരിക്കാമെന്ന് പറഞ്ഞു. അവൾ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മയ്ക്ക് ഉടമ്പടി ഉണ്ട്. പക്ഷേ ഇത് ഇവളുടെ പ്രൈവറ്റ് കേസായത് കാരണം അവൾക്ക് വയസ്സ് 18 കഴിഞ്ഞ കാരണം ഉടമ്പടി എടുക്കാൻ ബാധ്യതയാണ്. അപ്പോൾ അവൾ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഉടനെ വീണ്ടും പറഞ്ഞു നമുക്കിനി മെസ്സേജ് ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഹോൾ ടിക്കറ്റ് ഇല്ലല്ലോ, ഹോൾ ടിക്കറ്റ് ഉണ്ടെങ്കിലല്ലേ അച്ഛൻ്റെ അടുത്ത് വരാൻ പറ്റത്തോ, രേഖ വേണ്ടേ. അപ്പോൾ ഹോൾ ടിക്കറ്റ് വരുമ്പോൾ വരാം. അപ്പോൾ എന്തിൻ്റെ ഹോൾ ടിക്കറ്റാണ് അറിയത്തില്ല, എങ്ങനെ അറിയും. അപ്പോൾ പറഞ്ഞ് അമ്മയും മകളും കൊണ്ട് ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യേ. അമ്മയും മകളും കൊണ്ട് ഡിസ്കസ്സാണ് എങ്ങനെയാണ് നമ്മൾ IELTS എടുക്കണ. അപ്പോൾ അവൾ പറഞ്ഞ് അമ്മ പറയണം ഞാൻ എടുത്തോളാം, കാര്യം കാശ് കുറേ ചിലവാകും, 30-35,000 രൂപ ചിലവാകും. അപ്പോൾ അമ്മ പറയും ഇനിയും കാശ് കളയാൻ ഞാൻ കുടുംബത്തിലുണ്ട്. അപ്പോൾ അമ്മ പറയാതെ ഞാൻ എടുക്കത്തില്ല, അപ്പനോട് ചോദിക്കണ്ടേ. അപ്പോൾ പറഞ്ഞ് നമ്മൾ ജയിക്കുമെങ്കിൽ എടുത്താൽ മതിയല്ല, ഇത് നമ്മൾ ജയിക്കുമെങ്കിൽ IELTS എടുത്താൽ മതിയല്ലേ, വെറുതെ കാശുകളുടെ കാര്യമുണ്ട്. അത് മകൾ ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയും എടി നമ്മൾക്ക് കുറച്ച് കഴിയുമ്പോൾ അമ്മ നമ്മളോട് പറയും എന്തെടുക്കണമെന്ന്, നീ നോക്കിക്കോ എന്ന് പറയും. അപ്പോൾ അമ്മയ്ക്ക് ദർശനവരം കിട്ടി ഉടനെ. അതാ പറയണത്, ഈ ദർശനവരം എന്നൊക്കെ പറയണത് നിങ്ങൾ ഓർക്കണം, ദൈവത്തെ ആത്മാർത്ഥവും അനുതാപത്തെ അന്വേഷിക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കും. നമ്മുടെ വിഷയം സഹായമല്ലേ. അപ്പം തന്നെ പരിശുദ്ധാത്മാവ് അമ്മയെ സഹായിച്ചു. അമ്മയ്ക്കൊരു ബോധ്യം കിട്ടി. അമ്മ ഉടനെ പറഞ്ഞു നീ നോക്കിക്കോ, കുറച്ച് കഴിയുമ്പോൾ നോക്കിക്കോ, നീ എടുക്കേണ്ട വിഷയം പരിശുദ്ധ അമ്മ കൃപാസൻ മാതാവ് തന്നെ പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഇവൾ പറഞ്ഞ് എനിക്ക് മനസ്സിലായി, എന്നോടും അമ്മ പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞു. അപ്പം നീ പറഞ്ഞു നിന്നോട് എന്താ അമ്മ പറഞ്ഞത്? അല്ല അമ്മയോട് എന്താ പറഞ്ഞത്? അപ്പോൾ എന്നോട് പറഞ്ഞത് ഇപ്പം നീ ഉടമ്പടിയുടെ താഴെ വന്നിട്ട് മാതാവിന് അവിടെ പോകുകയല്ലേ, പ്രദക്ഷിണത്തിന് പോകുകയല്ലേ, അപ്പം മാതാവിന് നിൻ്റെ കൈ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം നീ IELTS എടുക്കണമെന്നാണ്. അതാണ് അമ്മക്ക് കിട്ടിയ വെളിപാട്. ഉടനെ ഇവൾ പറയും എനിക്കും കിട്ടിയത് അതാണ് അമ്മ എന്ന് പറയും മാതാവിന്. പക്ഷെ മാതാവിനെ കിട്ടാൻ പാടാണ്. 25 പേരുണ്ട് ആ ഗ്രൂപ്പിൽ. 25 പേരിൽ ഇവൾക്ക് ഇവളെടുക്കണ ലോട്ടിൻ്റെ അകത്ത് മാതാവ് ഉണ്ടാകണം. ആ ഒരൊറ്റ തെളിവേ ഉള്ളൂ. അപ്പോൾ ഇവർ ചെന്ന് ഇവളുടെ അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, അവൾ അവിടെ സ്റ്റേജിൽ പോയി ലോട്ട് കിട്ടിയപ്പോൾ